അപ്പം എൻജിൻ ഫോഴ്സ് അനാലിസിസ് അടുത്ത ടോപ്പിക്ക്. അപ്പം എൻജിൻ നോക്കുമ്പോഴേക്കും എൻജിനകത്ത് ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, വെയിറ്റ് ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് മാസ് കാണും. ഓക്കെ, പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിനകത്ത് അവിടെ റെസിപ്രോക്കേറ്റിംഗ് അല്ലേ സിലിണ്ടറിൻ്റെ അകത്ത് പിസ്റ്റൺ ചെയ്യുന്നത്. അപ്പോൾ ആ റെസിപ്രോക്കേറ്റിംഗ് മാസിൻ്റെ വെയിറ്റ് വെയിറ്റ് ഓഫ് കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഉണ്ടാവും, ഗ്യാസ് ഫോഴ്സസ് അല്ലേ, ഫ്യൂൽ എയർ മിക്സർ അല്ലേ നമ്മൾ അതിനകത്ത് കംപ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്യാസ് ഫോഴ്സ് കാണും, ഫോഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ കാണും, പിസ്റ്റനും വോളും തമ്മിൽ ഫ്രിക്ഷൻ ലോസ് കാണും, ഇനേർഷ്യ ഫോഴ്സ്. ഓക്കെ, അവിടെ നടക്കുന്ന മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് ദർ വിൽ ബി ആൻ ഇനേർഷ്യൽ ഫോഴ്സ് ഡ്യൂ ടു ആക്സലറേഷനും റിട്ടാർഡേഷനും കാണും. ഇത്രയായിരിക്കും ബേസിക്കായിട്ട് ഒരു എൻജിനകത്ത് ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിനകത്ത് അവിടെ നടക്കുന്ന അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒക്കെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് പിസ്റ്റൺ എഫേർട്ടാണ്. പിസ്റ്റൺ എഫേർട്ട് ഓർ എഫക്റ്റീവ് ഡ്രൈവിംഗ് ഫോഴ്സ്. എന്താണ് പിസ്റ്റൺ എഫേർട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ഡ്രൈവിംഗ് ഫോഴ്സ്? അപ്പോൾ പിസ്റ്റൺ എഫേർട്ട് ഈസ് ടേംഡ് ആസ് നെറ്റ് ഓർ എഫക്റ്റീവ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പിസ്റ്റൺ. പിസ്റ്റന് കിട്ടുന്ന നെറ്റ് എഫക്റ്റീവ് ഫോഴ്സിനെ പറയുന്നതാണ് ഈ പിസ്റ്റൺ എഫേർട്ട് എന്ന് പറയുന്നത്. ആ സിലിണ്ടറിനകത്തുള്ള പിസ്റ്റന് ഏത് ഫോഴ്സ് കിട്ടുന്നുണ്ടോ അതിന് നെറ്റ് എഫക്റ്റീവ് ഫോഴ്സിനെ പറയുന്നതാണ് പിസ്റ്റൺ എഫേർട്ട്. ഇപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മാസ് നമുക്കറിയാം. ഫസ്റ്റ് അവർ പറഞ്ഞോ, ഇൻ റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ ദ റെസിപ്രോക്കേറ്റിംഗ് മാസ് ആക്സലറേറ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സ്ട്രോക്ക് ആൻഡ് ഇനേർഷ്യ ഫോഴ്സ് ടെൻസ് ടു റെസിസ്റ്റ് ദ സെയിം. ഈ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ കൂടിയാൽ കുറയ്ക്കാൻ നോക്കും, കുറച്ചാൽ കൂട്ടാൻ നോക്കും. അപ്പോൾ ആദ്യമേ നമുക്കറിയാം ആക്സലറേറ്റ് ചെയ്യും. ഈ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്ത് ആക്സലറേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ആക്സലറേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി എന്ത് നോക്കും, ഇനേർഷ്യ ഫോഴ്സ് ട്രൈ ചെയ്യാൻ നോക്കും, ഇതിന് കുറയ്ക്കാം. തിരിച്ച് ഡീസറേറ്റ് ചെയ്യുമ്പോഴേക്കും അതിനെ ഇൻക്രീസ് ചെയ്യാൻ ഇനേർഷ്യ ഫോഴ്സ്. അപ്പോൾ കൂടുന്നതിനെ കുറയ്ക്കാനും കുറയ്ക്കുന്നതിനെ കൂട്ടാനാണ് ഇനേർഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു പിസ്റ്റന് നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ആക്സലറേഷൻ നടക്കുമ്പോഴേക്കും അത് കുറയ്ക്കാൻ ഇനേർഷ്യ ഫോഴ്സ് ശ്രമിക്കുക, ആൻഡ് ഡീസറേഷൻ നടക്കുമ്പോഴേക്കും അത് കൂട്ടാൻ ഇനേർഷ്യ ഫോഴ്സ് ശ്രമിക്കുക. ഇതിലാണ് മെയിനായിട്ട്, ഇത് രണ്ടുമാണ് പിസ്റ്റനകത്ത് നടക്കുന്നത്. പിന്നെ വരുന്നത് ഇതിപ്പോൾ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ജനറലായിട്ട് പറയുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു, ആക്സലറേറ്റ് ചെയ്യുമ്പോഴേക്കും ഇനേർഷ്യ ഫോഴ്സ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു, തിരിച്ച് ഡീസറേറ്റ് ചെയ്യുമ്പോഴേക്കും അത് കുറയുവാണ്, അപ്പോൾ അതിനെ കൂട്ടാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതാണ് ജനറലായിട്ട് നടക്കുന്നത്. പിന്നെ ഇത് വെർട്ടിക്കൽ എഞ്ചിനാണെങ്കിൽ നമുക്കറിയാം, ഹൊറിസോണ്ടൽ ആണെങ്കിൽ അവിടെ വെയിറ്റ് ഓഫ് ദ ഫോഴ്സ് ആ മൂവ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പക്ഷേ വെർട്ടിക്കൽ എഞ്ചിനാണെങ്കിൽ ഇപ്പോൾ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോഴേക്കും മേളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഡ്യൂറിങ് ഡൗൺ സ്ട്രോക്ക് ആ വെയിറ്റും കൂടെ ഒരു ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പിസ്റ്റന് അല്ലേ. റെസിപ്രോക്കേറ്റിംഗ് മാസിന് ആ ഒരു വെയിറ്റും കൂടെ ആ ഫോഴ്സും കൂടെ പിസ്റ്റന് ആസ് എ ഹോൾ പിസ്റ്റൻ എഫേർട്ട് കൂട്ടുകയാണ് ആ മൂവ്മെൻറ്റിന് അല്ലേ. തിരിച്ച് അപ് സ്ട്രോക്ക് ആകുമ്പോഴേക്കും ആ വെയിറ്റ് മൈനസ് ആവുകയാണ്. അത് മേലോട്ട് പോകുമ്പോൾ ഇല്ല, പക്ഷേ തിരിച്ച് താഴോട്ട് വരുമ്പോഴേക്കും അത് ആഡപ്പ് ആവുന്നുണ്ട്. അപ്പം പിസ്റ്റൻ എഫേർട്ട് ഇൻക്രീസ് ആവും ഡ്യൂറിങ് ഡൗൺ സ്ട്രോക്ക്. വിച്ച് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ പിസ്റ്റൻ അല്ലേ. വെയിറ്റ് mg അത് ഫോഴ്സാണ്, അതും കൂടെ ആഡ് ആവുന്നു. പിന്നെ നമ്മൾ അടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം സപ്പോസ് A1 ഏരിയ ഓഫ് കവർ എൻഡ്, A2 എന്ന് പറഞ്ഞാൽ ഏരിയ പിസ്റ്റൺ റോഡ് എൻഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏരിയ കവർ എൻഡ് എന്ന് പറഞ്ഞാൽ പിസ്റ്റൻ്റെ ടോപ്പ് ആകും, പിസ്റ്റൺ റോഡ് എൻഡ് എന്ന് പറഞ്ഞാൽ അടിയിൽ ആ കണക്റ്റിംഗ്. ഓക്കെ, കവർ എൻഡ് എന്ന് പറയുന്നത് ആ കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്യുന്ന ഭാഗമാണെങ്കിൽ P1 P2 റെസ്പെക്റ്റീവ് 2 പ്രഷറും ആണെങ്കിൽ M മാസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പാർട്ടും ആണെങ്കിൽ ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ ഡ്യൂ ടു ഗ്യാസ് പ്രഷർ എന്ന് പറയുന്നത് FP ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ P1 A1 നമുക്കറിയാം. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. തിരിച്ച് ഫോഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ ഫോഴ്സ് ജനറേറ്റഡ് ദാറ്റ് കവർ എൻഡ് മൈനസ് പിസ്റ്റൺ റോഡ് എൻഡിൻ്റെ അവിടുത്തെ ഫോഴ്സ് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ കവർ എൻഡിലെ ഏരിയ ആയിരിക്കും യഥാർത്ഥത്തിൽ കിട്ടുക. അതിൽ നിന്ന് പിസ്റ്റൺ റോഡ് എൻഡിൽ കിട്ടുന്ന ഗ്യാസ് പ്രഷർ മൈനസ് ചെയ്യുമ്പോഴായിരിക്കും ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ ഡ്യൂ ടു ഗ്യാസ് പ്രഷർ, നെറ്റ് എഫക്റ്റീവ് ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ ഡ്യൂ ടു ഗ്യാസ് പ്രഷർ നമുക്ക് FP കിട്ടുന്നത്. ദെൻ ഇനേർഷ്യ ഫോഴ്സ്, ഓഫ് കോഴ്സ് ഇനേർഷ്യ ഫോഴ്സ് കാണും, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെതിരായിട്ട് ഇനേർഷ്യ ഫോഴ്സ് കാണും, വിച്ച് ഈസ് MF. ഓക്കെ, MA ആണ്. ഇവിടെ F എന്ന് പറഞ്ഞ ആക്സലറേഷനാണ് ഇവർ റെപ്രസെൻറ്റ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ MR ഒമേഗ സ്ക്വയർ ഇൻറ്റു cos θ പ്ലസ് cos 2θ ബൈ N എന്നും എഴുതാം. ഓക്കെ, ആ ഫോഴ്സ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഇനേർഷ്യ ഫോഴ്സിൻ്റെ വേറൊരു ഇക്വേഷൻ MR ഒമേഗ സ്ക്വയർ ഇൻറ്റു cos θ പ്ലസ് cos 2θ ബൈ N. ഓക്കെ, വിച്ച് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദാറ്റ് ആക്സലറേഷൻ ഓഫ് ദ പിസ്റ്റൺ. അത് നമുക്കറിയാം, ഏത് ഭാഗത്തോട്ടാണ് ആക്സലറേഷൻ ഉള്ളതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഇനേർഷ്യ ഫോഴ്സ് ഇറ്റ്സെൽഫ് ഈസ് ഓപ്പോസിറ്റ് ടു ദ മോഷൻ അല്ലേ. പിന്നെ റെസിസ്റ്റൻസ് ഫോഴ്സ്, പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഇൻ കേസ് ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് എഫും കൂടെ കൺസിഡർ ചെയ്യാണ്. ഫ്രിക്ഷൻ എന്തായാലും പിസ്റ്റൺ സിലിണ്ടർ അറിഞ്ഞത് ഫ്രിക്ഷൻ എന്തായാലും ഉണ്ടാകും. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഫ്രിക്ഷൻ പവർ, ബ്രേക്ക് പവർ, ഫ്രിക്ഷൻ എന്തായാലും ഉണ്ടാകും. അപ്പം നെറ്റ് എഫക്റ്റീവ് ഫോഴ്സാണ് പിസ്റ്റൺ എന്ന് പറയുന്നത് FP. ഗ്യാസ് ആക്ട് ചെയ്യുന്ന നെറ്റ് എഫക്റ്റീവ് പ്രഷറിൽ നിന്ന്
എന്താ ഇനേർഷ്യ ഫോഴ്സും ഫ്രിക്ഷനും മൈനസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഫൈനലി നമുക്ക് കിട്ടത്തുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ലോസ് എല്ലാം കഴിഞ്ഞ് അതിന് കിട്ടുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എഫ് പി മൈനസ് എഫ് ബി മൈനസ് എഫ് എഫ്. ഓക്കെ, ഇത് ഒരു ഹൊറിസോണ്ടൽ നോർമൽ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. വെർട്ടിക്കൽ കേസ് എഞ്ചിനാണെങ്കിൽ അഡീഷണൽ എം ജിയും കൂടെ ഫോഴ്സ് ആഡപ്പ് ആവും. കാരണം ഡൗൺവേർഡ് എം ജി വെയിറ്റ് ഓഫ് ദ പിസ്റ്റൺ റെസ്പെക്ട് ചെയ്യുമ്പോൾ എം ജി താഴോട്ട് വരും. ആ ഫോഴ്സും കൂടെ കിട്ടും പിസ്റ്റൺ അല്ലേ, എക്സ്ട്രാ നമുക്ക് കിട്ടുമായി എന്ന്. അപ്പോൾ അതുകൊണ്ട് പ്ലസ് അത് ലോസ് അല്ല, നമുക്ക് ഇങ്ങോട്ട് കിട്ടുമായി എന്ന്. ആ താഴോട്ട് വരുമ്പോഴേക്കും അത് വരാൻ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ സഹായിക്കുവാണ്, അത് ആഡപ്പ് ചെയ്യും. അപ്പോൾ എഫ് ഈസിക്കൽ ടു എഫ് പി പ്ലസ് എം ജി മൈനസ് എഫ് ബി മൈനസ് എഫ് എഫ്. ഓക്കെ, അത് വെർട്ടിക്കൽ എഞ്ചിൻ്റെ കേസാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഫോഴ്സ് അലോങ് ദ കണക്റ്റിംഗ് റോഡാണ്. അത് റെപ്രസെൻറ്റ് എഫ് സി ആണ്. ഓക്കെ, എഫ് സി അലോങ് ദ കണക്റ്റിംഗ് റോഡ്. അപ്പോൾ എഫ് സി കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി നമുക്ക് ഫിഗർ ഉണ്ട്. അപ്പോൾ ഫിഗറിൽ എഫ് സി കോസ് ബീറ്റ, അതിൻ്റെ കോസ് കമ്പോണൻറ്റ്, അഡ്ജസ്റ്റൻ കമ്പോണൻറ്റ്, ഇപ്പുറത്തുള്ള എഫ് പിസ്റ്റന് കിട്ടുന്ന എഫും ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്കത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. എഫ് സി ഈക്വൽ എഫ് ബൈ കോസ് ബീറ്റ എന്ന് കിട്ടും. പിസ്റ്റണിൽ ഓൾറെഡി ഫോഴ്സ് ഓൺ പിസ്റ്റൺ എഫ് ഉണ്ട്. ആ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സിലിണ്ടറിനകത്ത് നോർമൽ ഫോഴ്സ് എഫ് എൻ ഉണ്ട്. കണക്റ്റിംഗ് റോഡ് എല്ലാം ആയിട്ട് എഫ് സി ഫോഴ്സ് എല്ലാം ദ കണക്റ്റിംഗ് റോഡ് എഫ് സി ഉണ്ട്. അപ്പോൾ എഫ് സി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക് എന്ന് പറഞ്ഞാൽ എഫ് സി കോസ് ബീറ്റ വിച്ച് ഈസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓഫ് ദ പിസ്റ്റൺ. അതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എഫ് സി സിക്കൽ എഫ് ബൈ കോസ് ബീറ്റ. അപ്പോൾ ഫോഴ്സ് എല്ലാം കണക്റ്റിംഗ് റോഡ് കിട്ടി. അടുത്ത ത്രസ്റ്റ് ഓൺ സൈഡ്സ് ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിനകത്തൂടെ പിസ്റ്റൺ മൂവ് കഴിക്കും. ദ വിൽ ബി ഒരു നോർമൽ റിയാക്ഷൻ കാണും, ത്രസ്റ്റ് കാണും. എഫ് എൻ കണ്ടുപിടിക്കണം. സിംപ്ലി എഫ് എൻ ഈക്വൽ ടു എഫ് സി സൈൻ ബീറ്റ അല്ലേ, അതിന് സൈൻ കമ്പോണൻ്റ് ആയിരിക്കത്തില്ലേ. കാരണം എഫ് സി കോസ് ബീറ്റ ഹൊറിസോണ്ടൽ ആൻഡ് എഫ് സി സൈൻ ബീറ്റ വിൽ ബി വെർട്ടിക്കൽ വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു എഫ് എൻ, ദ നോർമൽ റിയാക്ഷൻ ത്രസ്റ്റ് ഓൺ ദ സൈഡ്. അപ്പോൾ എഫ് എനും കിട്ടും. എഫ് എൻ ഈക്വൽ ടു എഫ് സി സൈൻ ബീറ്റ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്രാങ്ക് എഫേർട്ട്. ക്രാങ്ക് എഫേർട്ട് ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് അറ്റ് ദ ഓക്കെ ക്രാങ്ക് പിന്ന് പെർപെൻഡിക്കുലർ കിട്ടുന്ന ഫോഴ്സാണ്. നെറ്റ് ഫോഴ്സ് അപ്ലൈഡ് അറ്റ് ദ ക്രാങ്ക് പിൻ പെർപെൻഡിക്കുലർ ടു ദ ക്രാങ്ക് എഫ് ടി. ഓക്കെ, ക്രാങ്ക് കണക്റ്റിംഗ് റോഡ് ആൻഡ് ക്രാങ്കും കണക്ട് ചെയ്യുന്നതാണ് ക്രാങ്ക് പിന്നെന്ന് പറഞ്ഞാൽ. ആ ക്രാങ്ക് പിന്നിന് പെർപെൻഡിക്കുലർ ടു ക്രാങ്കിന് പെർപെൻഡിക്കുലറായിട്ട് ആ പിന്നിൽ കിട്ടുന്ന നെറ്റ് ഫോഴ്സാണ് ക്രാങ്ക് എഫേർട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ക്രാങ്ക് പിൻ ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ക്രാങ്ക് അല്ലേ. ഒ എന്ന ക്രാങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ എഫ് ടി അവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിച്ച് ഗീവ് ദ റിക്വയർഡ് ടേണിംഗ് മൊമെൻ്റ് ഓഫ് ദ ക്രാങ്ക്. ഇപ്പോൾ ഈ ക്രാങ്ക് ഇപ്പോൾ ഇത് നമുക്ക് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും, ഒക്കെ റിവോൾവ് ചെയ്യും, ഒ എ റിവോൾവ് ചെയ്യും. അപ്പോൾ അതിന് കിട്ടുന്ന ഫോഴ്സ്, ആ ടാൻജൻഷ്യലായിട്ട് ഫോഴ്സ് ഈ എഫ് ടി ക്രാങ്ക് എഫേർട്ട് കൊടുക്കും. അതാണ് പറയുന്നത് വിച്ച് ഗീവ്സ് ദ റിക്വയർഡ് ടേണിംഗ് മൊമെൻ്റം അല്ലെങ്കിൽ ടോർക്ക് ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. കറങ്ങാൻ സഹായിക്കും എഫ് ടി ക്രാങ്ക് എഫേർട്ട്. ഓക്കെ, ആ എഫ് ടി കണ്ടുപിടിക്കാൻ എഫ് ടി ഇൻറ്റു ആർ. ഓക്കെ, ആ ടോർക്ക് കണ്ടുപിടിക്കുക. അത് വിൽ ബി ഈക്വൽ ടു എഫ് സി സൈൻ തീറ്റ പ്ലസ് ബി. കാരണം ഇവിടെ ബീറ്റയും അവിടെ തീറ്റയും ആകുമ്പോഴേക്കും അപ്പുറത്തെ ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ തീറ്റ പ്ലസ് ബി കിട്ടും. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പോഴേക്കും ക്രാങ്ക് എഫേർട്ട് എഫ് ടി ഈക്വൽ ടു എഫ് ബൈ കോസ് ബീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ബീറ്റ. ആൻഡ് ലാസ്റ്റ് ഓൺ ത്രസ്റ്റ് ഓൺ ബെയറിങ്സ്. ഓക്കെ, ബെയറിങ് നമുക്കറിയാം ക്രാങ്ക് ഷാഫ്റ്റ് അവിടെ ബെയറിങ് ഉണ്ടാകും. ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിങ് ആണ് വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എഫ് ആർ. ഓക്കെ, ആ ത്രസ്റ്റ് ആ ഫോഴ്സ് എലോങ് ദ ക്രാങ്ക്. ഓക്കെ, ഫോഴ്സ് എലോങ് ആ എഫ് ആർ എന്ന് പറയുന്നത് ക്രാങ്കിന് എലോങ് ആയിട്ടായിരിക്കും. ജസ്റ്റ് ലൈക്ക് എഫ് സി എലോങ് ദ കണക്റ്റിംഗ് റോഡ്. അതെന്ന് പറയുന്നത് എന്താണ് എഫ് ബൈ കോസ് ബീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ബീറ്റ. അപ്പോൾ ഇതാണ് നമ്മൾ എൻജിൻ ഫോഴ്സ് അനാലിസിസ് വരുന്ന ബേസിക് ടൈം പിസ്റ്റൺ എഫേർട്ട്, ഫോഴ്സ് എലോങ് ദ കണക്റ്റിംഗ് റോഡ്, ത്രസ്റ്റ് ഓൺ ദ സൈഡ്സ് ഓഫ് സിലിണ്ടർ, ക്രാങ്ക് എഫേർട്ട് ആൻഡ് ത്രസ്റ്റ് ഓൺ ബെയറിങ്സ്. അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് തീറ്റ ആൻഡ് ബീറ്റ ഐഡൻറ്റിഫൈ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ബീറ്റ എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ മെയ്ഡ് ബൈ കണക്റ്റിംഗ് റോഡ് along the horizontal and theta is the angle made by the crank along the horizontal line. ബാക്കിയെല്ലാം ഈ ഫോർമുല അടിച്ചാൽ ലാസ്റ്റ് ടേം ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, ടേണിംഗ് മൊമെൻ്റ് ഓൺ ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ടേണിംഗ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ടോർക്ക് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ക്രാങ്ക് എഫേർട്ട് പറഞ്ഞപ്പോഴേക്കും അത് തിയറി പറയുന്നുണ്ട് എഫ് ടി ക്രാങ്ക് എഫേർട്ട് ആണ് അവിടെ ആ ക്രാങ്കിന് ടേണിംഗ് മൊമെൻ്റം നൽകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, റൊട്ടേറ്റ് ചെയ്യാൻ നൽകുന്നുണ്ട്. അപ്പം ടേണിംഗ് മൊമെൻ്റം എന്ന് പറഞ്ഞാൽ എന്താ, ടോർക്ക്. അതെന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ലൈക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ കൊടുക്കുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ എഫ് ടി എന്ന ഫോഴ്സാണ് അല്ലേ, അത് പെർപെൻഡിക്കുലർ ടു ക്രാങ്ക് അല്ലേ, അതാണ് അവിടെ കറക്കാൻ സഹായിക്കുന്നത്. എഫ് ടി എന്ന ക്രാങ്ക് എഫേർട്ടാണ്. അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ എന്താ ക്രാങ്കിൻ്റെ ലെങ്ത്.
അപ്പോൾ ടോർക്ക് ആ ടേണിംഗ് മൊമെൻറ്റ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞത് ഒന്നുമില്ല FT × R തന്നെ ആയിരിക്കും അല്ലേ. ആ ക്രാങ്ക് ഷാഫ്റ്റ് ക്രാങ്ക് ഇറങ്ങുന്നത് ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്റ്റഡ് അല്ലേ. അപ്പോൾ അവിടെ കൊടുക്കുന്ന ടേണിംഗ് മൊമെൻറ്റ് ജനറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, FT × R ആണ് അല്ലേ. FT അതായത് ക്രാങ്ക് എഫേർട്ട് ആ ഫോഴ്സ് × R. അതെന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ലാസ്റ്റ് കിട്ടുമ്പോഴേക്കും F × R. ഓക്കെ, അതെന്ന് പറഞ്ഞത് FT × R. ഫൈനൽ ഫോർമുല എന്ന് പറഞ്ഞാൽ F × R × sin θ + sin 2θ / 2 × √n² - sin sin². അപ്പോൾ ഇതാണ് ടേണിംഗ് മൊമെൻറ്റ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഫോർമുല. അവിടെയും നമ്മൾ തീറ്റ എസ്റ്റിമേറ്റ് ചെയ്താലേ എന്താണ് ടേണിംഗ് മൊമെൻറ്റ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ടേണിംഗ് മൊമെൻറ്റ്. ഇത്രയും ടേംസാണ് ഇതുമായിട്ട്